ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലൻ നബിയിൽ കരീം വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്നതാനി ഫിന്നാസ് ഹുമാ ബിഹിം കുഫ്റുൻ അത്ത്വഅനു ഫിന്നസബ് വന്നിയാഹതു അലൽ മയ്യിത്ത്. റവാഹു മുസ്ലിം. പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധനായ റബ്ബിൻ്റെ കാരുണ്യം നമ്മിലെല്ലാം സദാ വർഷിക്കുമാറാവട്ടെ. ആമീൻ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളി, ഇത്നതാനി ഫിന്നാസ്, ജനങ്ങൾക്കിടയിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഹുമാ ബിഹിം കുഫുറുൻ, ആ രണ്ട് കാര്യങ്ങൾ കൊണ്ട് സത്യനിഷേധം സംഭവിക്കും. അത്ത്വഅനു ഫിന്നസബ്, വംശ പരമ്പരയിലെ വംശത്തെ സംബന്ധിച്ച് ആക്ഷേപങ്ങൾ ചൊരിയുക. വന്നിയാഹതു അലൽ മയ്യത്ത്, മയ്യത്തിൻ്റെ പേരിൽ കരയുക, ശബ്ദമുയർത്തി കരയുക. ഇത് ഇമാം മുസ്ലിം തൻ്റെ സഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള വചനമാണ്. രണ്ട് കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ ഉണർത്തുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ ഗുരുതരമായിട്ടുള്ള ദുർഗുണങ്ങളാണ്. ഇത് മുഖേന സത്യനിഷേധം സംഭവിക്കുമെന്നാണ്. അത് നമുക്ക് വിശദീകരിക്കാം. ഒന്ന്, അത്ത്വഅനു ഫിന്നസബ് എന്നാണ്. അതായത് വംശാവലിയെ സംബന്ധിച്ച് പിതാവും മക്കളും തമ്മിലുള്ള ബന്ധം, ആ ബന്ധത്തെ നിരാകരിക്കുക, ആ ബന്ധത്തെ ആക്ഷേപിക്കുക, വ്യഭിചാരം, അതുപോലെയുള്ള ആ വംശത്തെ തന്നെ ആക്ഷേപിച്ച് അവരുടെ അഭിമാനം തകർത്ത് കളയുക, ആ രൂപത്തിലുള്ള സംസാരങ്ങളും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും, അത് ജാഹിലിയ സ്വഭാവമാണ് എന്നുള്ളതാണ്. ഒരു മുസൽമാൻ ഒരിക്കലും ചേരാത്തതാണ് എന്ന് നമ്മൾ അറിയുക. അത് മുഖേനയാണ് കുഫർ സംഭവിക്കാൻ സാധ്യതയുള്ള ഒന്ന്. വന്നിയാഹതു അലൽ മയ്യിത്ത്, അതോടൊപ്പം രണ്ടാമത്തെ കാര്യം, ഒരാൾ മരണപ്പെട്ടു, ആ മരണപ്പെട്ടതിൻ്റെ പേരിൽ ശബ്ദമുയർത്തി കരയുക എന്നുള്ളതാണ്. അലമുറയിട്ട് കരയുക, ആ സ്വഭാവം ജാഹിലിയ സ്വഭാവമാണ് എന്നുള്ളതാണ്. ഇവിടെ കുഫർ സംഭവിക്കും എന്ന് പറഞ്ഞല്ലോ, അതെന്ത് കുഫറാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. മഹാനായിട്ടുള്ള ഇമാം അബൂ സക്കരിയ മുഹിയുദ്ദീൻ യഹ്യ ഇബ്നു ഷറഫ് അൻ-നബവി റഹിമഹുല്ലാ, അദ്ദേഹത്തിൻ്റെ അൽ മിൻഹാജ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ്, അന്ന മഅനാഹു ഹുമാ മിൻ അഅമാലിൽ കുഫാർ വ അഖ്ലാഖിൽ ജാഹിലിയ്യ. ഇത് ഈ രണ്ട് ദുർഗുണങ്ങളും നിമിത്തം കുഫർ സംഭവിക്കാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം അത് മിൻ അഅമാലിൽ കുഫാർ, അങ്ങേറ്റത്തെ സത്യനിഷേധികളുടെ പ്രവർത്തനങ്ങളിൽപ്പെട്ടതാണത് എന്നാണ്. കുഫാറുകളുടെ അഥവാ സത്യനിഷേധികളുടെ പ്രവർത്തനങ്ങളിൽപ്പെട്ടതാണ്. വ അഖ്ലാഖിൽ ജാഹിലിയ, ജാഹിലിയ സംസ്കാരമാകുന്നു അത് എന്നാണ്. ശബ്ദമുയർത്തി കരയുക, അതോടൊപ്പം തന്നെ വംശത്തെക്കുറിച്ച് ആക്ഷേപങ്ങൾ ചൊരിയുക എന്നീ രണ്ട് ദുർഗുണങ്ങൾ. വസാനി, രണ്ടാമതൊരർത്ഥം അദ്ദേഹം പറയുന്നത് അനഹു യുഅദ്ദി ഇലൽ കുഫർ, ശരിയായ ഒരു കുഫറിലേക്ക്, സത്യനിഷേധത്തിലേക്ക് അത് എത്തിക്കും എന്നാണ്. ഈ രണ്ട് ദുർഗുണങ്ങളും കുഫറിലേക്ക് മനുഷ്യരെ എത്തിക്കുമെന്നാണ്. വസാലിസു, മൂന്നാമത്തൊരർത്ഥം അദ്ദേഹം പറയുന്നത് അന്നഹു കുഫ്റുൻ നിഅമതി വൽ ഇഹ്സാൻ, അല്ലാഹു തആല നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങള്, നന്മകള്, അത് നിഷേധിക്കുകയാണ്, അതിന് നന്ദികേട് കാണിക്കുകയാണ് ഇത് നിമിത്തം ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇങ്ങനെ വിവിധ അർത്ഥങ്ങൾ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. നമ്മുടെയൊക്കെ നാട്ടിൽ ആളുകൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ശബ്ദമുയർത്തി കരയുന്ന സഹോദരീ സഹോദരങ്ങളുണ്ട്. അത് ഒരു മുസൽമാന് ചേർന്നതല്ല എന്ന് മാത്രമല്ല, അത് സത്യനിഷേധികളുടെ പ്രവർത്തനങ്ങളിൽപ്പെട്ടതും ജാഹിലിയ സ്വഭാവവുമാണ്, സംസ്കാരവുമാണ്. അതോടൊപ്പം തന്നെ വംശത്തെക്കുറിച്ച് മറ്റൊരു തറവാട്, അവിടെയുള്ള വംശപരമ്പര, അവരുടെ പിതാവും മക്കളും തമ്മിലുള്ള ബന്ധം,
അതിനൊക്കെ നിഷേധിക്കുകയും നിരാകരിക്കുകയും അതിനൊക്കെ ആക്ഷേപിക്കുകയും വ്യഭിചാരം ആരോപിക്കുന്ന രൂപത്തിൽ അവരുടെ അഭിമാനം തകർത്ത് കളയുകയും ചെയ്യുന്ന അത്തരം ദുർഗുണങ്ങളൊക്കെ ഒരു ജാഹിലിയ കാലഘട്ടത്തിലുള്ള സംസ്കാരവും സ്വഭാവവും മാത്രമാണ് എന്ന് നമ്മൾ അറിയുക. അത് സത്യനിഷേധികളുടെ പ്രവർത്തനങ്ങളിൽപ്പെട്ടതാണ്, മുസൽമാന് ഒരിക്കലും ചേർന്നതല്ല. നിങ്ങൾ നോക്കൂ, മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് സഹീഹ് മുസ്ലിമിൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. 934 നമ്പർ വചനം. അതിൽ പറയുന്നുണ്ട്, അർബഉൻ ഫി ഉമ്മത്തി മിൻ അംരിൽ ജാഹിലിയ, എൻ്റെ സമുദായത്തിൽ 4 കാര്യങ്ങളുണ്ട്, അത് മിൻ അംരിൽ ജാഹിലിയ സമ്പ്രദായത്തിൽപ്പെട്ടതാണ്. ജാഹിലിയ സമ്പ്രദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം വരുന്നതിന് മുമ്പ് ഡാർക്ക് ഏജ് എന്ന് പറയും, ഇരുണ്ട യുഗം എന്ന് പറയും. എല്ലാവിധ തിന്മകളും കൊടികുത്ത് വാണിരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലെ ദുഷിച്ച സമ്പ്രദായങ്ങൾ അങ്ങനെയുള്ള 4 എണ്ണം. അതെന്താ? ലാ യത്റുകൂനഹുന്ന, ആ 4 കാര്യങ്ങൾ ഈ സമുദായവും ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഈ സമുദായത്തിലെ പല ആളുകളും ആ 4 ദുർഗുണങ്ങൾ, ആ ജാഹിലിയ സ്വഭാവങ്ങൾ അത് ചെയ്തു പോരും, അതിന് സാധ്യതയുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അതുകൊണ്ട് സൂക്ഷിക്കണം, അത്തരം ദുസ്വഭാവങ്ങൾ ദുർഗുണങ്ങൾ നമ്മിൽ നിന്ന് ഉണ്ടാകാൻ വേണ്ടി പാടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ഒന്ന് അൽ ഫഖ്റു ഫിൽ അഹ്സാബ്, സ്വന്തം കുടുംബ പരമ്പരയെ സംബന്ധിച്ച് മാതാപിതാക്കള്, കാരണവന്മാര്, തറവാട്, ഇതിനൊക്കെ സംബന്ധിച്ച് ദുരഭിമാനം നടിക്കുക. അൽ ഫഖ്റു ഫിൽ അഹ്സാബ്, തറവാട് പിതാക്കന്മാര് അവരുടെയൊക്കെ ഓരോ ധീരതയും അതുപോലെ തന്നെ വാചാലതയും അവരുടെ മറ്റുള്ള മേന്മകളുമൊക്കെ പറഞ്ഞ് ദുരഭിമാനം നടിക്കുക. 2 വത്വഅ്നു ഫിൽ അൻസാബ്, നമ്മൾ പറഞ്ഞിട്ടുള്ള വംശത്തെ സംബന്ധിച്ച് ആക്ഷേപങ്ങൾ ചൊരിയുക. 3 വൽ ഇസ്തിസ്ഖാഉ ബിൻ നുജൂം, നക്ഷത്രങ്ങൾ കൊണ്ട് മഴ തേടുക എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങൾ കാരണമാണ് മഴ വർഷിക്കുന്നത് എന്ന് വിശ്വസിക്കുക, അതിന് നക്ഷത്രങ്ങളോട് മഴ തേടുക. ആ രൂപത്തിലുള്ള ദുഷിച്ച വിശ്വാസം. 4-മതായിട്ട് പറയുന്നത് വന്നിയാഹ, മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മരിച്ചതിൻ്റെ പേരിൽ ക്ഷമ പാലിക്കാതെ, അള്ളാഹുവിൻ്റെ ആ വിധിയിൽ വിശ്വസിക്കാതെ, ക്ഷമ പാലിക്കാതെ അലമുറയിട്ട് കരയുക, ശബ്ദമുയർത്തി കരയുക. ഇങ്ങനെ ഈ 4 സ്വഭാവങ്ങളുണ്ടല്ലോ, അത് മുസ്ലിം സമുദായത്തിലെ ആളുകൾക്കിടയിൽ ഉണ്ടായേക്കാം. പക്ഷേ ആ 4 കാര്യങ്ങൾ അത് ജാഹിലിയ സ്വഭാവങ്ങളിൽ പെട്ടതാണ്. അത് ആ 4 ദുർഗുണങ്ങൾ അത് പാടില്ല, അത് സൂക്ഷിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. എന്ന് മാത്രമല്ല, അവിടെ നിന്ന് തുടർന്ന് പറഞ്ഞു, വഖാല അന്നായഹതു ഇദാ ലം തതുബ് ഖബല മൗതിഹാ, അങ്ങനെ ഒരാളുടെ മരണത്തിൻ്റെ പേരിൽ ഉറക്ക കരയുന്ന ഒരു സഹോദരി അവളുടെ മരണത്തിന് മുമ്പ് പശ്ചാത്തപിച്ചില്ല എങ്കിൽ, തൗബ ചെയ്ത് മടങ്ങിയില്ല എങ്കിൽ, തുഖാമു യൗമൽ ഖിയാമത്തി വഅലൈഹാ സിർബാലും മിൻ ഖത്റാൻ വദിർഉം മിൻ ജറബ്, അവർക്ക് അന്ത്യനാളിൽ അവർക്ക് ടാറ് കൊണ്ടുള്ള വസ്ത്രം ധരിപ്പിക്കും. അതുപോലെ തന്നെ ഒരു തരം പടയങ്കി, യുദ്ധത്തിലൊക്കെ അണിയുന്ന പടയങ്കി അവർക്ക് ധരിപ്പിക്കപ്പെടും എന്നുള്ളതാണ്. വളരെ ശിക്ഷ, വളരെ വേദനയേറുന്ന അനുഭവങ്ങൾ അവർക്കുണ്ടാകും എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ള 2 കാര്യങ്ങൾ, വംശത്തെ സംബന്ധിച്ച്, ഒരാളുടെ വംശത്തെ സംബന്ധിച്ച് ആക്ഷേപങ്ങൾ ചൊരിയുക, മരണത്തിൻ്റെ പേരിൽ ശബ്ദമുയർത്തി കരയുക, ആ ദുർഗുണങ്ങൾ അത് വലിയ ദുർഗുണങ്ങളാണ്, അത് ഒഴിവാക്കുക. നമ്മുടെ മുഅ്മിനായ മുസ്ലിമായ ഒരാൾക്കും അത് ചേരുകയില്ല എന്നറിയുക. അല്ലാഹു തആല ഇത്തരം ദുർഗുണങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.